ഹായ് ഫ്രണ്ട്സ്, പാസ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കാറ്റും മഴയൊക്കെ ഉള്ള സമയമല്ലേ, എല്ലാവരും സേഫായിട്ടിരിക്കണം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴം കൊണ്ടുള്ള പുട്ടാണ്. നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. ഇതുവരെ നമ്മൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതെല്ലാം ക്യാരറ്റ് പുട്ട്, പാൽപുട്ട്, പിന്നെ മസാലപ്പുട്ട്, ഇങ്ങനെ നിരവധി പുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുട്ടും കൂടെ തയ്യാറാക്കി നോക്കാം. ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നും നമുക്കില്ല. നമ്മളെ വീട്ടിലെ പഴുത്ത് കുട്ടികളൊന്നും കഴിക്കാണ്ട് വെക്കുന്ന പഴം ഉണ്ടാവില്ല, ആ പഴം കൊണ്ട് നമുക്ക് ഇങ്ങനൊരു പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഇതാ ഞാൻ 2 കറുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടിലെ കുട്ടികളൊന്നും കഴിക്കൂലല്ലോ ഇങ്ങനെയുള്ള പഴം. അപ്പം നമ്മളത് ചിലപ്പോൾ കളയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇത് മാറ്റി വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി. നമുക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം എടുക്കാം. അപ്പം ഞാനിങ്ങനെ 2 പഴമാണ് തൊലി കളഞ്ഞെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയിടാം. ഇനി കൈ വെച്ചിട്ടൊന്ന് ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാനുണ്ട്. ഒരുപാടങ്ങ് ഉടയണമെന്നില്ല, നമുക്ക് പിന്നീട് അത് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഉടച്ചെടുക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഗ്ലോബലിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് എനിക്ക് പുട്ടുപൊടി അത്രയും മതിയായിട്ടില്ല. ഞാൻ 2 കപ്പ് പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കാരണം പഴം 2 ഉള്ളത് കാരണം 2 കപ്പ് പുട്ടുപൊടി തന്നെ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ ആവശ്യം ഇത്രയധികം വേണ്ടി വരില്ല കേട്ടോ, കുറച്ച് മതിയാവും. കാരണം അതിൽ പെട്ടെന്ന് നനവ് കിട്ടുന്ന പൊടിയായിരിക്കും. ഈ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാവുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കുടിക്കും. അപ്പം വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന അരി പൊടിപ്പിക്കുന്നതിലാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ നമുക്ക് കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് തന്നെ പഴവും ഇതിൽ നമ്മൾ വെള്ളം തീരെ ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അരി പൊടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് മതിയാവും പഴം. പിന്നെ 1 കപ്പിന് ഒരു വലിയ പഴമാണെങ്കിൽ പകുതി പഴമൊക്കെ മതിയാവും. ഇനി ഇതെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, ഒരുപാട് ഇങ്ങനെ കറക്കി എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക മാത്രം, ഒന്ന് പൾസ് ചെയ്യാന്ന് പറയാല്ല, ആ ഒരു രീതിയിൽ എടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളാ പുട്ടുപൊടി റെഡിയായി വന്നേ. നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന പുട്ടുപൊടിക്ക് പിന്നെ സാധാരണഗതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ് കേട്ടോ. അത് കാരണം പറഞ്ഞത്, പഴം നമ്മൾ ഇതിൽ ചേർക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ആ ഒരു അംശം നമുക്കിതിലേക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ പുട്ടുകുറ്റിയിൽ ആദ്യം കാണിച്ചെന്ന പോലെ തേങ്ങ ഇടുക, പിന്നെ കുറച്ച് നമ്മളെ പുട്ടുപൊടി ഇടുക. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. വലിപ്പം കുറച്ച് വേണമെങ്കിൽ ചെറിയ പുട്ട് ആക്കി എടുക്കണമെങ്കിൽ ചെറിയ, അതിപ്പം സ്പൂണിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്തെടുക്കാം. ഒരേ അളവിൽ കിട്ടും. ഇത് കാണിച്ചു തരുന്നത് പുട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരും ഇപ്പോഴുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പുട്ടെങ്ങനെ നിറച്ചെടുക്കുന്നതെന്നൊന്നും അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിറച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറ്റിയിൽ റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. തേങ്ങ കൂടുതൽ ഇടുമ്പോൾ പുട്ട് നല്ല ടേസ്റ്റാണ്. കാരണം ഈ ഒരു പുട്ടിൽ നമ്മൾ വേറെ കറികളോ കാര്യമോ ഒന്നും ചേർക്കാണ്ട് തന്നെ കഴിക്കുന്നതാണ്. അപ്പം കുറച്ചുകൂടെ തേങ്ങ കൂടുതൽ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂടോടെ ഇതുപോലെ
കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ കറിയെല്ലാം ഉണ്ടാക്കണം, കുറേ അങ്ങനെ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ പുട്ടുപൊടി റെഡിയിലൊക്കെ ഉണ്ടാവുമ്പോൾ രാവിലെ എണീറ്റാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പഴമൊക്കെ എടുത്തിട്ട് പുട്ട് നിറച്ച് വെച്ചിട്ട് അത് വേഗം കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിന് കറീൻ്റെ ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. ഇതിൽ ഈ പുട്ട് മിക്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് നെയ്യിൻ്റെ രുചിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യും കൂടെ, ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് റെഡിയാക്കി എടുത്തത്. ഒരു കറിയും ഒന്നും വേണ്ട, ഇതുപോലെ ഇങ്ങനെ ചൂടോടെ തന്നെ ഇതുപോലെ ആ തേങ്ങയും പുട്ടും ഒക്കെ കൂട്ടി ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുത്ത് വായിലിട്ട് കഴിക്കുക. ആഹാ, എന്തൊരു ടേസ്റ്റാന്നറിയോ! ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് തന്നെ മതിയാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. രാവിലെ ഒത്തിരി പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ടാറ്റാ, ബൈ ബൈ.